ഗായ്സ് നമസ്തേ, വെൽക്കം ടു മലർ ബ്രോ വൺസ് അഗെയിൻ. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലടാ നീ രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തുന്ന മനുഷ്യനല്ലേ, നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി കിടുക്കി കേരളം കാത്തിരുന്ന ബഡ്ജറ്റ്, ജനഹൃദയങ്ങൾ കീഴടക്കുന്ന ബഡ്ജറ്റ്. ഇതുപോലൊരു ബഡ്ജറ്റിന് വേണ്ടിയിട്ടാണ് കേരള ജനത കഴിഞ്ഞ 10 വർഷമായിട്ട് കാത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നവർ നിരവധി ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ട്. UDF-നോട്, കോൺഗ്രസ് ഗവൺമെൻറ്റിനോട്, UDF-നോട്, മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ചാനലുകാർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് അവർ നൽകിയിട്ടുണ്ട്. വരവ് കണക്കുകളെക്കുറിച്ചോ ഇതെങ്ങനെ പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ചോ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അവർ ഈ രീതിയിലുള്ള കമൻസും കൊണ്ടായിട്ട് വരും. അടിപൊളിയല്ലേ, ഇതുപോലത്തെ ഒരു ബഡ്ജറ്റിന് വേണ്ടിയിട്ടല്ലേ കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് കാത്തിരിക്കുന്നതൊക്കെ പറയും. പക്ഷേ സാധാരണ രീതിയിൽ ഒരു പ്രോഗ്രസീവ് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശകരമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ തന്നെ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച് പൊളിഞ്ഞുപോയ കുറേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ളൊരു ഫണ്ടോ കാര്യങ്ങളോ നീക്കി വെച്ചിട്ടില്ല. ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിലവിൽ ആരോഗ്യ മേഖലയ്ക്കും ട്രാൻസ്പോർട്ട് മേഖലയ്ക്കും കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു സാധാരണക്കാരുടെ കണ്ണിപ്പൊടിയിടുന്ന ഒരു പറ്റിക്കൽ ബഡ്ജറ്റ്. ഇതാണ് എൻ്റെ ഒരു ഭാഷയിൽ പറയാൻ വേണ്ടി പറ്റുകയാണെന്നൊരു ബഡ്ജറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കാര്യമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിരാശ നൽകുന്ന ബഡ്ജറ്റാണെന്ന് ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. ഇനിയിപ്പം കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും അല്ലെങ്കിൽ മഞ്ഞ യൂട്യൂബൻ ചാനൽമാർക്കൊക്കെ സന്തോഷം നൽകുന്നത് വേണമെങ്കിൽ എനിക്കും പറയാം, കിടുക്കാച്ച് ബഡ്ജറ്റാണ്. ഇതുപോലത്തെ ഒരു ബഡ്ജറ്റിന് വേണ്ടിയിട്ടാണ് കേരളം 10 വർഷമായിട്ട് കാത്തിക്കുന്നതൊക്കെ പറയാം. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ ഇതിനകത്തൊരു നീരസം എന്നുള്ള രാഷ്ട്രീയ വിയോജിപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് പോലത്തെ ഒരു പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ മെനക്കെടാത്ത VD സതീശൻ സർക്കാരിൻ്റെ പോക്ക്, അത് കേരള ജനത സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത് BJPയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കച്ചകെട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റാണോ, അല്ലെങ്കിൽ ഇന്നലെ PM-ശ്രീ പദ്ധതിയിൽ എതിർപ്പറിയിപ്പിച്ചപ്പം നമ്മുടെ BJP യുവ നേതാക്കൾ പച്ച മലയാളത്തിൽ നാഷണൽ ടെലിവിഷൻ ചാനൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിലെത്തിയെന്ന് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഓടുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്, ഞങ്ങൾക്ക് നല്ല കേരള ജനതയ്ക്ക് നല്ല ബോധമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിലെത്തിയെന്ന്. അതുകൊണ്ട് തന്നെ BJPനെ വിമർശിക്കാതെ, ക്ഷേമപ്രവർത്തനത്തിന് ഒരു ഊന്നൽ നൽകാതെ, ഒരു സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്ത ഒരു ബഡ്ജറ്റ്. പിന്നെ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട ഒരു സംസ്ഥാനം എന്നൊക്കെ ഇവർ പറഞ്ഞു നടക്കുകയാണെങ്കിലും കേരള ജനത ഒന്നടങ്കം പറയുന്നു, കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസീവ് ഗവൺമെൻറ്റിനെ ഇവർ തച്ച് തകർത്ത് 2016 മുന്നേ എങ്ങനെയായിരുന്നു കേരളം ഉണ്ടായിരുന്നത്, ട്രഷറിയും കാലിയാക്കി ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും PW ഡിപ്പാർട്ട്മെൻറ്റിനെയും കുത്തുവാളയെടുപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ഒറ്റ മലയാളത്തിൽ പറയാം. 6 മാസം കൂടിയല്ലേ ഉള്ളൂ, അതിനുശേഷം പുതിയ ബഡ്ജറ്റ് വരുമായിരിക്കും. അതുവരേക്കെങ്കിലും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയീസൊക്കെ മാറി UDF സർക്കാർ നല്ല ഭരണം കാഴ്ചവെക്കേണ്ടെന്നും കൂടെ നമുക്ക് ആശംസിക്കാം. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ആകെ ഒരു VD സതീശനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ CP ജോണും അതുപോലെ തന്നെ മുരളീധരനും കുഞ്ഞാലിക്കുട്ടിനെ പോലത്തെ കുറച്ച് സീനിയർ നേതാക്കൾ മാത്രമേ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പരിചയമുള്ളവരുള്ളൂ. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത നമ്മുടെ DYFIൻ്റെയും ഇവരെയൊക്കെ എന്താ പറയുക, ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന പോലത്തെ കുറച്ച് ടീമാണ്. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഒത്തിരി ഫ്രഷേഴ്സ് ആകുമ്പോൾ കുഴപ്പമെന്താണെന്നറിയോ, അത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂഷൻ പവർ അവർക്ക് കിട്ടത്തില്ല. ഉദ്യോഗസ്ഥന്മാരെ മാത്രം വാക്കുകൾക്ക് മുന്നിൽ അവർ ഒപ്പിട്ട് കൊടുക്കുന്ന വെറും സ്റ്റാമ്പായിട്ട് മാറും. എനിവേ, ബഡ്ജറ്റിന് എല്ലാവിധ ആശംസകളും.